കോതമംഗലം മർത്തമറിയം പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. കുട്ടികളുടെ കലാപരിപാടികളടക്കം വിവിധ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ നടന്നത്. കോതമംഗലം കോഴിപ്പള്ളി മർത്തമറിയം പബ്ലിക് സ്കൂൾ വാർഷികം പ്രസീറ്റി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഏലിയാസ് മാർ ജൂലിയസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടി ഉപയോഗിക്കുന്ന എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഇങ്ങനെ കുഞ്ഞിന്റെ വ്യത്യസ്തമായ പെരുമാറ്റശീലങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന ആളുകൾ മാതാപിതാക്കളാണെന്നാണ് നന്നായിട്ട് പറയുന്നത്. പൊതുവിടങ്ങളിൽ പാലിക്കേണ്ടുന്ന മര്യാദകളൊക്കെ മറികടക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മളുടെ 4 കുഞ്ഞുങ്ങൾ അകാലത്തിൽ പൊലിഞ്ഞ ഒരു ദിവസമാണ്. 8ാം ക്ലാസ്സിന്റെ വിദ്യാർത്ഥികൾ പാലക്കാട് സംഭവിച്ച ആ ഒരു ദുരന്തത്തിലൂടെ പൊലിഞ്ഞു മാറി. നമ്മൾ മറ്റൊരു സ്കൂളിന്റെ ആഘോഷ തിമിർപ്പിലാകുമ്പോൾ പൊതുവിടങ്ങളിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ ഭംഗിയായി പാലിക്കാൻ പഠിക്കേണ്ടത് നമ്മൾ മുതിർന്നവരാണ്. 16 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന നിയമം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ അടുത്തിടയിൽ പാസാക്കി. ഇതിനെയൊന്നും ചെറുതായി കാണേണ്ടതല്ല. നോബിയേറ്റ്സിനൊക്കെ ഉൾപ്പെടുന്ന ഒരു പരിശീലന ക്ലാസിന്റെ അതിൽ ക്ലാസ് എടുത്ത ഒരു വിദഗ്ധയായ ഒരു മനഃശാസ്ത്രജ്ഞയായ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ പറയുകയായിരുന്നു, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുന്ന കുട്ടിയുടെ പ്രായം 3 വയസ്സാണ്. നാളെയുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കേണ്ടെന്ന കലാലയങ്ങൾ പോലും ഇന്ന് മത്സരത്തിന്റെ വേഗം കൂട്ടിവെച്ച് രക്ഷിതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പല വിനോദങ്ങളെ പരിപാടികളും ഏർപ്പെടുമ്പോൾ ഇന്ന് പ്രാരംഭത്തിൽ ഇവിടെ കുഞ്ഞുങ്ങൾ കാണിച്ച കരാട്ടെ പോലുള്ള അവരുടെ ഫിസിക്കൽ, അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇവിടെ ശ്രദ്ധ വലിക്കാനായി സാധിക്കട്ടെ. ഈ 20ാം വർഷത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യവും ശ്രദ്ധയും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും തുടർന്നും ഈ വിദ്യാലയത്തിന് ശക്തി പകരണം. ഫാദർ നോബി എൽദോ വെട്ടിച്ചിറ അധ്യക്ഷനായി. ആന്റണി ജോൺ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ പാഠ്യേതര രംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു സ്ഥാപനമായി 20 വർഷക്കാലത്ത് പ്രവർത്തനം കൊണ്ട് ഈ സ്കൂളിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ കൃത്യതയായി ഇവിടെ വലിയ പള്ളിയുടെ കീഴിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഏക സ്ഥാപനമാണ്, ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ, എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രദേശത്ത്, ഞാൻ ഈ നാട്ടുകാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലെ ദിവസേന കടന്നു പോകുമ്പോൾ എല്ലാവരും, ഈ വൈദികരും ബഹുമാനപ്പെട്ട ചെയർമാനും സെക്രട്ടറി അടക്കം എല്ലാവരും രാവിലെയും വളരെ കൃത്യമായി സ്കൂളിൽ വരികയും ഇതിൻ്റെ ദൈനംദിനമുള്ള ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി ഇടപെട്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ഇത്രയേറെ വലിയൊരു മാറ്റം നമ്മുടെ ഈ സ്കൂളിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, ഫാദർ ബേബി മംഗലത്ത്, ഫാദർ എബ്രഹാം കിള്ളിയാൻകുന്നത്ത്, ഫാദർ എൽദോസ് കാക്കനാട്ട്, ബേസിൽ വർഗീസ്, ബേസിൽ യോഹനാൻ, KJ എൽദോസ്, NP എൽദോസ്, എൽദോ തോമസ്, G അനു, ചിലങ്ക പുന്നൂസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ PC പ്രസീജ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.